കാണിച്ചില്ലേ? പാത്രച്ചു ഓഫാകട്ടെ. യെസ്. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് റവ ഉപ്മാവാട്ടോ. റവ റോസ്റ്റഡ് റവയാണ് ഇപ്പോൾ വാങ്ങിക്കണത്. പിന്നെ വറക്കണ്ടല്ലോ, എളുപ്പമാണ് പണി. ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ്? എന്താ, സവാള, പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ്, കറിവേപ്പില ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ഭാഗത്ത് ചായക്കും ചോട്ടാ, നേരം കുറേ ആയിന്ന് വെളിച്ചെണ്ണ. കടുക് പൊട്ടിക്കഴിയാറായി. ഉഴുന്ന് പരിപ്പിടാം. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ടു. ചായക്കല്ലേ, വെള്ളം അത് മതിയാവും, അത് നിറയും. ആ, എളുപ്പം മണി കഴിയാനായിട്ടല്ലേ. ഉഴുന്ന് പരിപ്പ് നല്ല ചുവപ്പ് നിറായി. വറ്റൽ മുളക് ഇട്ടാം. ഒരെണ്ണം പൊട്ടിച്ചിട്ടു. സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു, ക്യാരറ്റ് ഇട്ടു, കറിവേപ്പില ഇട്ടു. എല്ലാവരും ഇട്ടു കേട്ടോ. ഒരു ഗ്ലാസ് ഉണ്ടാക്കിയാൽ മതിയില്ലേ? ഒരു ഗ്ലാസ് ഇട്ടാൽ മതി. നമ്മളെന്നാവില്ലേ. ഞാൻ ഈ വെള്ളത്തൊഴിക്കാൻ പോകട്ടാ. അതൊക്കെ ഉണ്ടല്ലോ, നല്ല ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ അതുപോലെ അതുപോലെ കഴിക്കും. ഒഴിക്കുമ്പോൾ ഒരു മുക്കി ഒഴിച്ചോളൂട്ടോ. കയ്യ വീഴും. എനിക്ക് നല്ല പറ്റിയ അങ്ങനെ ഉപ്പ് നോക്കണ്ടേ. ഏതായിക്കോളും. വെള്ളം വേണം. വളരെ ആധാരശീലത്ത് ഉപ്മാവോ നല്ലപോലെ വെള്ളം വേണം. ഈ പാകത്തിൽ നമുക്ക് ഓഫാക്കാം. പാത്രത്തിലേക്ക് പകർത്താം. ഇത് കട്ടിയാവില്ല ഉണ്ടാക്കാം. ഓഫാക്കി
നെയ്യിൽ വറുത്തിട്ടിടാം. മുന്തിരിങ്ങയോ അണ്ടിപ്പരിപ്പോ ബദാം പരിപ്പോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഒന്നാമത്തെ ഉപ്പുമാവ് ഇതിൽ ചേർക്കാനായിട്ട് എന്താ ഉള്ളത്? ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പഴമുണ്ട്. ഉപ്പുമാവും പഴവും നല്ല കോമ്പിനേഷനാണ്. രാജേട്ടന് പക്ഷെ പഴം ഇഷ്ടമില്ല. അതിന് ചട്നി കൊടുക്കാം. യെസ്, ഇത് കാണുമ്പോൾ എനിക്ക് ഇത്തിരി ഉള്ളൂ കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. യെസ്, രാധാകൃഷ്ണയിൽ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ചപ്പാത്തി അല്ല ഉപ്പുമാവിന് ചോന്ന ചമ്മന്തി ചട്നിയില്ലേ? വീട് താമസം പോയപ്പോഴേ ഒരു ഊത്തപ്പം, മസാല ദോശ, നല്ല ഗ്രാൻഡ് പാർട്ടിയായിരുന്നു. ഇന്നത്തെ എൻ്റെ പെട്ടെന്ന് ഉണ്ടാക്കിയത് ഞാൻ വിചാരിച്ചതേ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ അരിപ്പുട്ട് ചേട്ടന് അത്ര പറ്റില്ലല്ലോ. അപ്പോൾ വേഗം പോയിട്ട് റോസ്റ്റഡ് റവ എടുത്തു. വേഗം പോയി പെട്ടെന്ന് പിന്നെ അങ്ങനെ നോട്ടെ. അടിപൊളി, സൂപ്പറല്ലേ? എന്താ വെച്ചാലേ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, മുന്തിരിങ്ങ ഇട്ടുണ്ട്, ക്യാരറ്റ് ഇട്ടുണ്ട്, എല്ലാ സാധനവും കുറച്ചുകൂടി വേണമല്ലോ. അത് വേണം, കഴിഞ്ഞിട്ട് തരാട്ടോ. നല്ല ടേസ്റ്റ്. പക്ഷേ ശരിയാണ്. ഇന്നലെ ഞങ്ങളെല്ലാം വൈകുന്നേരേ ശ്യാമദേവത്തമ്മയുടെ വീട് താമസം. നല്ല വീടാട്ടാ. 2 ബെഡ്റൂമും അടുക്കള. അവരടുക്കള അമേരിക്കൻ മോഡലാ ചേട്ടാ, അമേരിക്കൻ മോഡലാ. അതായത് അടുക്കള സെപ്പറേഷൻ തിണ്ടുള്ളൂ. നമ്മൾ അമേരിക്കയിൽ പോയി അങ്ങനെ ഇരുന്നില്ലേ, തിണ്ടല്ലേ? അപ്പുറത്തുള്ള ആൾക്കാരുടെ വർത്താനം പറയാൻ TV കാണാം. ഇവർക്കെന്തിനാ അപ്പുറത്ത് ഡൈനിങ് ടേബിൾ ഇട്ടാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെച്ചാൽ മതി, അപ്പുറത്തേക്ക് എടുക്കാം. വീടൊക്കെ അങ്ങനെയാവും. പണ്ട് കാലം അവിടെ പാതയമുറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശാന്തി പറയാം, അതെ ചുമര് വയ്ക്കാന്ന് പറഞ്ഞതാ. പക്ഷെ ചുമര് വയ്ക്കുമ്പോൾ വീർപ്പ് മുട്ടും, കുറച്ച് ചെറിയ ഇതല്ല. ഞാൻ പറഞ്ഞു ഇതാണ് പക്ഷെ നല്ലത്, ഇതാണ് നല്ലത്. അതേപോലെ തന്നെ തിണ്ടുണ്ടായിരുന്നു. തിണ്ടുണ്ടായിരുന്നു, ശരിയാ. പക്ഷെ അത്ര ഹൈറ്റ് ഉണ്ടായില്ല. ഞാൻ പോവാ വേണം. ആദ്യത്തെ മാമ്പഴം കിട്ടിയിട്ടാ ചേച്ചി. മാമ്പഴം ഞാൻ കഴിച്ചു രാവിലെ. രാജേട്ടന് ആദ്യത്തെ മാമ്പഴം കിട്ടി. നിങ്ങൾക്ക് മുമ്പ് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഇവിടുന്നാ കൂട്ടാൻ വെച്ചിട്ടൊക്കെ നല്ലോണം കിട്ടി. നല്ല മതി. എന്താ അറിയാ
മതി മതി. ഒരു കഷ്ണം കൊടുത്തത് അത്ര ഉണ്ടാവും വഴക്കുണ്ടാവണ വെച്ചിട്ടാണ് ഓ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എന്തായാലും ഗംഭീരായിരുന്നു ചേച്ചിയെ വീടുമാപ്പം. വെള്ളപ്പം ഇഷ്ടു, ചപ്പാത്തി, മസാല ദോശ, ഊത്തപ്പം അല്ലേ? തന്നോ ഫ്രൈഡ് റൈസ്? മാവ് സൂപ്പറാണ് കേട്ടോ. ഇത് സൂപ്പർ എന്ന് വെച്ചാൽ ഹെൽത്തിയാണ്. ഷുഗറുകാർക്ക് കഴിക്കാം. അരിയൊന്നല്ലോ, റവയല്ലേ, അപ്പോൾ ഷുഗർ ഒഴിഞ്ഞ് കഴിക്കാം അല്ലേ? ശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് ശക്തി ഉണ്ടാവാനായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും കഴിക്കാം. വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഇഷ്ടമായോ? ഇപ്പം എന്തായി, ഞാൻ പഴം കൊടുത്തിട്ട് എനിക്ക് പഴം കഴിക്കാനുള്ള അവസരമില്ല. കുഞ്ഞിപ്പഴാട്ടോ നമ്മുടെ അന്ന് വെട്ടി വെച്ച കായ പഴുത്തു, എല്ലാം പഴുത്തു. കുഞ്ഞു പഴങ്ങളാണ് എങ്കിൽ അത് കുഴപ്പക്കാരൊന്നുമില്ല കേട്ടോ. നല്ല പഴം, വളയംകുടം പഴം, നല്ല മുദ്ര. ഒന്ന് ബാക്കിയുള്ള പഴയ പക്ഷികൾക്ക് കൊണ്ടുപോകാം. മനുഷ്യന്മാർക്ക് കഴിയട്ടെ, ആവശ്യക്കാരെടുക്കട്ടെ. അതിലെടുക്കില്ല തസോലപ്പഴം. വീഡിയോ ഇട്ടുള്ള കഴിക്കാം. ഇതൊരു പ്ലേറ്റ് കൊണ്ടുവരുന്നുണ്ട്. പ്ലേറ്റ് ചായ കുടിക്കാൻ ധൃതിയായി. ചൂടായി എരിവുണ്ടേ. അപ്പോൾ റൂബി ഡോക്ടർ പള്ളിയിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അമ്പലത്തിൽ പോയി. അല്ല, അമ്പലത്തിൽ പോയി. പുട്ടുണ്ടാക്കിയാൽ തന്നെ ആയി പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? കണപ്പുട്ടുണ്ടാക്കുന്നത് ഉപ്പുമാവാക്കിയത്. പുട്ടോട് ഉപ്പുമാവ് ഉണ്ടാക്കും. ബാക്കി തന്നെ പുട്ടുണ്ടല്ലോ. ഒരു വിളക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ നറുക്കെടുപ്പിൽ വിളക്ക് കിട്ടി. അതിന് പൂക്കുവിളക്ക് എല്ലാ പോലെ കിട്ടാറുണ്ട് ഓരോരുത്തർക്ക്. നറുക്കെടുപ്പാണല്ലോ ഈ പ്രശ്നം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കിട്ടില്ല, ഞങ്ങൾക്ക് അതിന് വേണ്ട. എന്തൊരു ഇത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ അത് അവിടെ 2 വിളക്ക് ഇവിടെ നോക്കി നിറല്ലാണ്ട് ഇരിക്കുക. അങ്ങനെ അത് വിളക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു അത് നോക്കിക്കോളാം ചേട്ടൻ, എനിക്ക് എൻ്റെ പ്രശ്നം കിട്ടുള്ളൂ. അപ്പോൾ വിളിച്ചു പറഞ്ഞു ഒരാഴ്ചയായിരുന്നു മാസം കിട്ടിയപ്പോൾ അങ്ങനെ കൊണ്ടുവന്നുണ്ട്. നല്ല വിളക്ക കിച്ചോറിനും അവിടെ കിഴക്കോർത്ത് ഇടാവുന്നുണ്ട്. അപ്പോൾ വിളക്കോർത്താവുന്നു. ഞാൻ വെച്ച് ഇടാവുന്നു. എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ അടുത്ത് വയ്ക്കണ വിളക്കെടുത്ത് എന്താ കാര്യം, അത് ഇരുന്ന് കാവ് പിടിച്ച് ഭംഗിയിലുണ്ട്. അപ്പം നമ്മുടെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ടീച്ചർ എന്താ എന്നും ദോശ ഇഡ്ഡലി മാത്രം ഉണ്ടാക്കണേ, എന്താ ഉപ്പുമാവ്? ആരെ ദോശയെന്നറിയോ? നന്ദിനി എന്ന ഹൈദരാബാദിലത്തെ ഉപ്പുമാവ്, ഊത്തപ്പം, പിന്നെ വേറെ സ്ഥലങ്ങൾ മറന്നു, ഒക്കെ പേര് മറന്നു. പുട്ട്, അട, ഇതൊക്കെ ഉണ്ടാക്കി കൂടെയെന്ന്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. കാരണം ഇവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ്. ഇതെല്ലാം ഉണ്ടാക്കാൻ എളുപ്പം. പിന്നെ സാമ്പാർ അതൊപ്പം ഉണ്ടാക്കിയാൽ 2 കാര്യങ്ങൾ കഴിഞ്ഞു. അതിനൊടുക്കാം ഇതിനൊടുക്കാം. അതങ്ങനെ ശീലമായി. എത്ര കാലം തൊട്ടുള്ളതാ എന്നുള്ളത് തന്നെയാണ്. അതങ്ങനെയായി. പക്ഷെ എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. പിള്ളേർക്ക് നഷ്ടം. ഇത് ഞാൻ വെക്കണ കറി ഉണ്ടല്ലോ, മാങ്ങക്കറിയാണ് കേട്ടോ വെക്കുന്നത്. ജോളി ടീച്ചർ, പാലക്കാടുള്ള ജോളി ടീച്ചറുടെ മാങ്ങക്കറിയാണ് ഞാൻ വെക്കണത്. ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറെ വെച്ചോ? ഞാൻ ചോദിച്ചു, ജോളി ടീച്ചറെ ഞാൻ ഇത് വെക്കട്ടെ എന്ന് ചോദിച്ചു. തിരുവല്ലക്കാരുടെ കറിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് അടുത്ത ദിവസം ടീച്ചർ മെസ്സേജ് ഇട്ടു, ടീച്ചറെ എൻ്റെ മാങ്ങക്കറി വെച്ചോ, എങ്ങനെയുണ്ട്, സ്വാദുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെക്കണം എന്ന് വിചാരിച്ചു.
അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മാങ്ങ, മൂവണ്ണ മാങ്ങയാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞു. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒരു മാങ്ങ, 5-10 ഉള്ളി, അത് നീളത്തിൽ കീറിയത് ടീച്ചർ വെക്കണ പോലെ തന്നെ ഞാൻ വെക്കണേ കേട്ടോ. നീളത്തിൽ കീറിയിട്ട് അതിലേക്ക് ഇട്ടു. സബോളയല്ല, ചെറിയ ഉള്ളി നീളത്തിൽ കീറിയത് അതും ഇട്ടു. പിന്നെ പച്ചമുളകാണ്, ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ടു. ഇത്തിരി കറിവേപ്പില ഇട്ടു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു, കല്ലുപ്പിട്ടു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇത് വെള്ളമൊഴിച്ചു. മാങ്ങ, ഉള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടു. അടുപ്പത്ത് വയ്ക്കാം. വേവട്ടെ. ഈസ്റ്ററിൻ്റെ മുൻപത്തെ ദുഃഖവെള്ളി ദിവസം പച്ചക്കറി മാത്രമല്ലേ കൂട്ടാൻ പാടുള്ളൂ. അത് കാരണം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു എളുപ്പത്തിലുള്ള കറിയാണ്. കാരണം ദുഃഖവെള്ളി എന്ന് പറഞ്ഞാൽ ഉപവാസമാണ്. ഫുൾ ടൈം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം വീട്ടിൽ കുറേ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും, എളുപ്പത്തിൽ, അത് മാത്രം നോണൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കറിയാണിത്. മാങ്ങ, ഉള്ളി, പച്ചമുളക് മാത്രം നോക്കാം. ഇല്ല, ഈ കറി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, അങ്കമാലി കറി എന്ന് പറഞ്ഞ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ടീച്ചറെ ഞാനിത് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വെച്ച് നോക്കിയോ എന്ന് വെച്ചു. എന്തായാലും ഇന്ന് വെക്കണം കേട്ടോ, നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഇന്നത്തെ നമ്മുടെ കറി ഇതായിരിക്കും. കണക്ക് കിട്ടി നറുക്കെടുപ്പ്. അത് കഴിഞ്ഞ് 40 കൊല്ലം പൂർത്തിയാക്കിയ കപ്പിൾസിന് എല്ലാവർക്കും ഒരേ മെമൻറ്റോ കൊടുത്തിട്ടുണ്ട്. മെമൻറ്റോ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ കിട്ടിയില്ല. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പം എന്തായാലും ഒന്നും ഇടാം. ഫോട്ടോസ് മാത്രമല്ലേ വേണ്ടൂ. അങ്ങനെ വിചാരിച്ചേക്കണം. ഒരു 10 മിനിറ്റിലും കൂടുതലായിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട്. വെന്തിട്ടുണ്ട്, കാണാൻ പറ്റും കണ്ടോ, വെന്തിട്ടുണ്ട്. ഉള്ളിയും വെന്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ, ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടു. അധികം വേണ്ട, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി അത് ഇട്ടു. എന്നിട്ട് അതൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. ഉലുവപ്പൊടി, കായപ്പൊടി. ഇത്ര തന്നെ ഉള്ളൂ പണി കേട്ടോ. കുറച്ച് ഞാൻ ഒരു മാങ്ങയിലുണ്ടാക്കിയുള്ളൂ, അതാണ് കുറവ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ. വാങ്ങി വെച്ചു. നമുക്ക് പാത്രം വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കാം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരൻ പുള്ളിയാണ് കേട്ടോ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു,
അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂമിയുമില്ലീശ്വരൻ കണ്ടില്ല കണ്ടില്ലെന്നോദിയോതി കിളികൾ പറന്നു പറന്നു പോയി. കണ്ടില്ല കണ്ടില്ലെന്നോദിയോതി കാനനച്ചോല കുലുങ്ങിയോടി. കാണില്ല കാണില്ലെന്നോദിയോടി കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലെവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂമിയുമില്ലീശ്വരൻ. പണി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഈ ഈസ്റ്ററിൻ്റെ ദുഃഖവെള്ളിക്ക് ഉണ്ടാക്കണ കറിയാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു അതിനോട് ബന്ധപ്പെട്ട ഒരു പാട്ട് പാടിയാലൊന്നുമില്ലേ. ഞാൻ പാട്ടുകാരിയായിട്ടല്ല കേട്ടോ, എങ്കിലും ആ ദിവസങ്ങളിൽ പള്ളികളിൽ നിന്നൊക്കെ മുഴങ്ങുന്ന നല്ലൊരു പാട്ടാണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂമിയുമില്ലീശ്വരൻ. കണ്ടില്ല കണ്ടില്ലെന്നോദിയോടി കാനനച്ചോല കുണുങ്ങിയോടി. കാണില്ല കാണില്ലെന്നോദിയോടി കിളികൾ പറന്നു പറന്നു പോയി. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിനുള്ളിലേക്കു ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരൻ്റെ വാസം, സ്നേഹമാണീശ്വരൻ്റെ രൂപം. സ്നേഹമാണീശ്വരൻ്റെ രൂപം. ഈശ്വരനെ തേടി ഞാൻ നടന്നു. നമ്മുടെ കറി വെക്കൽ കഴിഞ്ഞു കേട്ടോ. ഇതൊരു സൂപ്പർ കറിയാണ്. ഞാൻ ജോൾ ടീച്ചർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ജോൾ ടീച്ചറെ കണ്ടുവോ? ഇങ്ങനെയല്ലേ വെക്കുക? സൂപ്പർ കറിയാണ്. ഞാൻ സ്വാദം നോക്കട്ടെ. ജയശ്രീ സൂപ്പർ കറിയാട്ടോ. പുളിയുണ്ട്. പുളി ഉണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം? ഒത്തരി ഉപ്പ് കൂടി ഇടാം. അല്ല പുളി ഇട്ടുണ്ടാവുക ഉപ്പ് അല്ല പുളി കൂടി എന്താ ചെയ്യുക? ഇത്തിരി ഉപ്പിട്ടാൽ മതി. അപ്പോൾ പുളി ശമിക്കും. ഉപ്പും പുളിയും കൂട്ടുന്ന നാവല്ലേ തപ്പും പിഴയും ഉണ്ടാവും. തപ്പും പുളിയും കൂട്ടുന്ന നാവല്ലേ ഉപ്പും പിഴയും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഫിനിഷ്ഡ്. മാറ്റി വയ്ക്കാം. എന്നാലേ നമ്മുടെ നെല്ലിക്ക പുഴുങ്ങി ഇട്ടൂലോ. പുഴുങ്ങിയിട്ടപ്പോൾ കുറച്ച് നെല്ലിക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാനായിട്ട്, അച്ചാറുണ്ടാക്കാൻ. സാധാരണ ഉണ്ടാക്കണ അച്ചാർ എന്ന് വെച്ചാൽ രാജേട്ടന് ഇഷ്ടപ്പെട്ട അച്ചാറാണ് കേട്ടോ ഇത്. ഇപ്പം ഉണ്ടാക്കാൻ പോണത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. നെല്ലിക്കയാണ് ഇത്, വെളുത്തുള്ളിയാണ്, കുറച്ച് ഇഞ്ചിയുണ്ട്, കുറച്ച് ഉണ്ടാക്കണുള്ളൂ നെല്ലിക്ക, അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കണുള്ളൂ. എല്ലാം കുറച്ച് മതി. ചൂടായി എണ്ണ ഒഴിക്കണ, നല്ല എണ്ണ. കുറച്ചല്ലേ ഉള്ളൂ, ഇപ്പോൾ കുറച്ച് മതി അല്ലേ. നല്ല എണ്ണ ഒഴിച്ചു, നല്ലോണം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു,
സാധില്ലേ നമുക്ക് പിടിക്കും രാധാരണ ഇപ്പോൾ അതുപോലെ പറയും. ഇത് വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ ഇഞ്ചി പൊടിയായത് ഇട്ടു. നമ്മൾ നെല്ലിക്ക കറി കുറച്ച് നെല്ലിക്ക പെട്ടെന്ന് നെല്ലിക്കൻ്റെ കുഞ്ഞ് നമ്മൾ പുഴുങ്ങിയ നെല്ലിക്കയിൽ വലിയതൊക്കെ പുഴുങ്ങി ചെറുതൊക്കെ ഞാൻ മാറ്റി വെച്ചതാ കറി ഉണ്ടാക്കാൻ. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22 നെല്ലിക്കുണ്ട്. അപ്പോൾ കഥയില്ലേ അത് കഥയില്ലേ അത് വോൾട്ടേജ് ഒരു ഇത് കൊടുക്കോ ലൈക്ക് വോൾട്ടേജ് കേട്ടാ ഇതോട് ചോദിച്ചേ ഇവരുടെ കറിയാ നമ്മുടെ കറിയല്ല കേട്ടോ. ഇനി നമ്മളോട് വേറെ വീട്ടിലെ ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആചാരത്തിന് ഇഷ്ടപ്പെട്ട് നെല്ലിക്കാം. നമ്മളുണ്ടാക്കുന്നത് ഇട്ടേക്കണത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. പച്ചമുളക് വേണമെങ്കിൽ ഇടാം, നിർബന്ധമൊന്നുമില്ല ഇടാം. എല്ലാവർക്കും ഇടാം അല്ലേ. ഇനി ഇതുപോലെ തന്നെ ഇതിൽ കടുക് പൊട്ടിച്ചിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. കടുക് പൊട്ടിച്ചിട്ടെങ്കിലും കുഴപ്പമില്ല. നെല്ലിക്ക അച്ചാർ ഇതാണ് നല്ല സ്വാദ്. രാജേട്ടന് നല്ല ഇഷ്ടമാണ്. മുഴുവനോടെ വെക്കണ അച്ചാറാണ് ഇത്. ഞാൻ മുൻപ് ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇതിനോടൊപ്പം തന്നെ നന്നായിട്ട് വെന്തോളും. ഇത് ഓഫാക്കാൻ പോവാണ് ഞാൻ. ഓഫാക്കി അല്ലെങ്കിൽ ചിലപ്പോഴേ നല്ല ചൂടുള്ള എണ്ണയായതുകൊണ്ട് മുളക് പൊടി ഇടുമ്പോഴേക്കും കരിയും. മുളക് പൊടി ഇട്ടു. കായപ്പൊടി ഇടാം. കായം ഉലുവ നല്ലോണം ഉണ്ട്. മുളകുണ്ട്. ഉപ്പ് നല്ലോണം ഉണ്ട്. അധികം പോലെയാണ്. പക്ഷെ നെല്ലിക്കയിലേക്ക് പിടിക്കണമല്ലോ. അപ്പോൾ എന്തായാലും അച്ചാറുണ്ടാക്കുമ്പോൾ ഉപ്പ് നല്ലോണം മുന്തി നിൽക്കണം എന്നാ പറയുക. ഇത് കുറച്ച് നേരം 1, 2 ദിവസമൊക്കെ ഇരുന്നിട്ട് നെല്ലിക്കയിലേക്ക് പിടിക്കണം. ഇതുകൊണ്ട് ഉലുവയുണ്ട്, കായുണ്ട്, ഒക്കെ ഉണ്ട്. ഇത്തിരി കൂടിയും മുളക് വേണമെങ്കിൽ ഞാൻ ഈ മുളക് ഇടാം കേട്ടോ. കുറച്ച് എന്താണ് കാശ്മീരി നിറം കിട്ടും. എരിവ് അത്ര ഉണ്ടാവില്ല. അടച്ചു വയ്ക്കാം. ചോറെടുക്കാം. ചോറ്, പിന്നെ മാമ്പഴക്കൂട്ടാൻ. ഇന്നലത്തെയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങാക്കറി ജോളി ടീച്ചറുടെ കറിയാണ്. പിന്നെ നമ്മുടെ സ്ഥിരം ഉണ്ടാക്കുന്ന നെല്ലിക്കക്കറി, നെല്ലിക്ക അച്ചാർ. ഒരെണ്ണം കഴിച്ചാൽ മതി ഒരാൾ. സൂപ്പറാണ്. ചൂടുണ്ണാം നമുക്ക് കേട്ടോ. ഇനി നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് ശാന്ത ചേട്ടന്മാരുടെ വീട് താമസത്തിന് പോവാം കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാനെടുത്ത ചെറിയൊരു വീഡിയോ ആണിത്. 2 ബെഡ്റൂമാണുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അലമാരി, ചുമരലമാരിയൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ കട്ടിൽ, കിടക്ക, അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട്. 2 ബെഡ്റൂമുണ്ട്. ഒരു ബെഡ്റൂം വലുതും ഒരു ബെഡ്റൂം ചെറുതാണ്. ഹോള്. ദിസ് ഇസ് ചാടത്തിയമ്മ, ഉടമസ്ഥയാണ്, വീട്ടുടമസ്ഥ. അടുക്കള സൂപ്പർ. അമേരിക്ക പോലത്തെ
വർക്ക് ഏരിയ അല്ലേ? എന്തേ അറിയില്ലേ എന്നെ? ഞാൻ രാജശേഖരൻ മാഷല്ലേ? ആ രാജശേഖരൻ മാഷല്ലേ? എവിടെ താമസിക്കണേ? അവിടെ തന്നെ താമസിക്കണല്ലേ? ആ ആ അത് ശരി. അപ്പം അനിയത്തിന് കൂടെ കണ്ടില്ലേ? കണ്ടില്ലേ? അവിടെ ഉണ്ട് അവിടെ എന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അവിടെ ഇങ്ങനെ. ചേട്ടത്തെ ഇറങ്ങട്ടെ കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു, നല്ല വീട്, മക്കളൊക്കെ ഞാൻ എല്ലാം കേട്ടാ. അയ്യോ അതന്നെ നമുക്കിത് കിട്ടിയത്. അപ്പം ഞങ്ങൾ പതുക്കാരെ വിടാൻ പോവാടാ. ആ ചേച്ചി കഴിച്ചില്ലേ? കഴിച്ചില്ലേ? നിങ്ങളുടെ സമയം ഉണ്ടാവില്ല. ഞങ്ങൾ 7:30 സമയം. എന്റെ സമയം 7 മണിയാ. ആണോ? ഞങ്ങൾ 7:15. അല്ല എന്റെ സമയം 7 മണിയാ. നേരത്തെ കഴിക്കണം എന്നാ പറയാ. വരും അമ്മായി പാറ്റമ്മയൊക്കെ ഇറങ്ങാം. ഗംഭീരമുണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാറായി. ഞങ്ങൾ ഊണ് കഴിച്ചത് ഭംഗിയല്ലേ? ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ. വീടിൻ്റെ പുറമേ നിന്നുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ പിടിച്ചു. അടിപൊളിയില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ. ഓക്കേ.